ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡുസൈക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു സൈക്കോളജിയാണ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? സോ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഹ്യൂമൻ തോട്ട് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓവർ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് മേജർ അപ്രോച്ചസ് ആണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് സ്ട്രക്ചറലിസമാണ്. സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം വൂണ്ടും ടിച്ച്നറുമാണ്. ഓക്കെ, അപ്പോൾ വൂണ്ടിനെ നമുക്കറിയാം, നമ്മളുടെ സൈക്കോളജിയിൽ ഫസ്റ്റ് ലാബ് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മളുടെ വൂണ്ടാണ്, അല്ല, 1879. സോ അദ്ദേഹം കൊണ്ടുവന്നൊരു തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മളെ മെൻ്റൽ പ്രോസസ്സസ് ബേസിക് ഇലമെൻ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കണമെന്നാണ് ഇവർ പറയുന്നത്, സ്ട്രക്ചറലിസ്റ്റുകാർ പറയുന്നത്. ആ ബേസിക് ഇലമെൻ്റായിട്ട് നോക്കുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ വരുന്ന തോട്ട്സിനൊക്കെ മനസ്സിലാക്കുക, എന്താണ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്, എന്തെല്ലാം തോട്ട്സുകളാണ് നമുക്ക് വരുന്നത്. സെൽഫ് എക്സാമിനേഷനാണ് ചുരുക്കം പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വൂണ്ട് ഇൻട്രോസ്പെക്ഷന് യൂസ് ചെയ്ത ടേം എന്നൊക്കെ പറയുന്നത് വോളണ്ടിയറിസം എന്നുള്ളൊരു ടേമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ കിട്ടും. സോ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ബ്രേക്കിംഗ് ഡൗൺ മെൻ്റൽ പ്രോസസ് ഇൻ ടു ബേസിക് എലമെൻറ്റ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോഫി കുടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും സ്ട്രക്ചറലിസ്റ്റുകാർ ചോദിക്കുക, അതല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, ലൈക്ക് എന്താണ് ആ കോഫിയുടെ ടേസ്റ്റ്? സ്വീറ്റ് ആണോ അല്ലയോ? അത് കുടിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഫീല്? എന്ത് ടൈപ്പ് ഓഫ് മെമ്മറീസ് ആണ് നമുക്കത് കുടിക്കുമ്പോൾ വരുന്നത്? അങ്ങനെ നമ്മളുടെ മെൻ്റൽ എക്സ്പീരിയൻസസിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ബേസിക് എലമെൻറ്റ്സിനോട് ബൈ യൂസിങ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സ്ട്രക്ചറലിസംകാർ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം വരും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ, നമ്മൾ എന്ത് പറയുമ്പോഴും. അപ്പോൾ അതുപോലെ സ്ട്രക്ചറലിസത്തിന് വന്ന ക്രിറ്റിസിസമാണ് എന്ത്? ഹൈലി സബ്ജക്റ്റീവ് ആണെന്നും ആ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസം സ്ട്രക്ചറലിസംകാർക്ക് വന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അപ്രോച്ച്. നെക്സ്റ്റ് ആണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം ജെയിംസ്. ഇവർ പറയുന്നത്, ഇവരുടെ ഫോക്കസ് എന്തിലായിരുന്നു? നമ്മളുടെ പർപ്പസ് ഓഫ് മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് ബിഹേവിയർ, ഇത് രണ്ടിലായിരുന്നു ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വരുന്നത് തന്നെ നമ്മുടെ ഡാർവിൻ്റെ തിയറീസ് ഓഫ് ഇവല്യൂഷൻ എന്ന തിയറിയുടെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഈ ഒരു ഫങ്ഷണലിസം എന്നൊരു പേഴ്സ്പെക്റ്റീവ് വരുന്നത്. ഇവർ എംഫസൈസ് ചെയ്ത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിലെ നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ അഡാപ്റ്റീവ് ഫങ്ഷൻസ്, ഇതെല്ലാമായിരുന്നു ഇവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കാർ സൈഡിൽ കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്തു കൂടെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ മൂവ് ബാക്ക് ചെയ്യും, അല്ലേ? അതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? നമ്മളുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ആ ഒരു ഫങ്ഷൻ്റെ ബേസിലാണ്, അല്ലേ? നമ്മൾ ഫങ്ഷൻ്റെ ബേസിലാണ് ഒരു ബിഹേവിയർ നമുക്ക് ഉണ്ടാവുന്നത് എന്ന് പറയുന്നതാണ് ഈ ഫങ്ഷണലിസംകാർ. ഓക്കെ, സോ നമ്മൾ മെൻ്റൽ പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അതാണ് നമ്മളെ അഡാപ്റ്റ് ആൻഡ് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഫങ്ഷണലിസംകാർ പറഞ്ഞത്. സോ ഇതിലെ പ്രൊപ്പോണൻസ് ആയിട്ട് വില്യം ജെയിംസ് കഴിഞ്ഞ് പിന്നെ പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നതാണ് ജോൺ ഡോവേ, ഹർവേ കാർ, ജോർജ് ഹെർബർട്ട് മഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ബിഹേവിയറിസത്തിൻ്റെ ഫാദറാണ് വാറ്റ്സൺ. ഇവർ പറയുന്നത് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഒബ്സർവബിൾ ബിഹേവിയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരാണ് നമ്മളുടെ സൈക്കോളജീനെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു, അല്ലേ? ആ ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്നത് സൈക്കോളജി ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഒബ്സർവബിൾ ബിഹേവിയർ എന്ന് പറഞ്ഞത്
ബിഹേവിയറിസംകാരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നത് ആരാ? പാവ്ലോ, സ്കിന്നർ, ബണ്ടൂര, തോണ്ടേക്ക്, ഇവരൊക്കെയാണ് പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നത്. ഈ ബിഹേവിയറിസംകാരാണ് നമ്മുടെ സൈക്കോളജിയിൽ ഒരു ഫസ്റ്റായിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താ, നമ്മൾ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്യുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന്. പിന്നെന്താ, നമ്മളൊരു റിവാർഡ് പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട്, ഇപ്പോൾ പാവ്ലോൻ്റെ തിയറിയും സ്കിന്നറിൻ്റെ തിയറിയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പണിഷ്മെൻറ്റിൻ്റെയും റിവാർഡിൻ്റെ ഒക്കെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെല്ലാം വഴിയാണ് നമ്മളുടെ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ് വാറ്റ്സൺ അതല്ലെങ്കിൽ ബിഹേവിയറിസംകാർ പറയണത്. അപ്പോൾ ഇവർക്ക് വന്ന ക്രിറ്റിസിസം എന്താ, ഒരു സയൻറ്റിഫിക് അപ്രോച്ച് സൈക്കോളജിയിൽ കൊണ്ടുവന്നെങ്കിലും ഇവർക്ക് വന്ന ക്രിറ്റിസിസം എന്തായിരുന്നു? ഒബ്സർവബിൾ ബിഹേവിയർ ആണ് ഓക്കെ, പക്ഷേ ഇവർ പൂർണ്ണമായും കൊഗ്നീഷൻ ഭാഗത്തിനെയും ഇമോഷൻസിനെയും ഒക്കെ ഇഗ്നോർ ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവർ ഇൻക്ലൂഡ് ആക്കിയില്ല. അപ്പോൾ അതായിരുന്നു അവർക്ക് വന്ന ക്രിറ്റിസിസം എന്ന് പറയണത്. ഇനി നെക്സ്റ്റാണ് സൈക്കോഡൈനാമിക് അപ്രോച്ച്. അപ്പോൾ നമ്മളുടെ ഫ്രോയിഡാണ് എന്ത് പറഞ്ഞത്? സൈക്കോഡൈനാമിക് പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരുന്നത്. ഇവരുടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്താണ് ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. അൺകോൺഷ്യസ് മൈൻഡ്, അതല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, നമ്മളുടെ ഇന്നർ കോൺഫ്ലിക്ട്സ്, ഇതിൽക്കെല്ലാം ആയിരുന്നു സൈക്കോഡൈനാമിക് അപ്രോച്ചുകാരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിരുന്നത് എങ്ങനെയാണ്, ഏത് മെത്തേഡാണ് അവർ യൂസ് ചെയ്തിരുന്നത്? ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഇതെല്ലാം ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒന്നും ക്ലയൻറ്റ് ഒരുപാട് അങ്ങോട്ട് തിങ്ക് ചെയ്യാതെ, ഒന്നും ഫിൽട്ടർ ചെയ്യാണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറയാം. അതിനെയാണ് നമ്മൾ ഈ ഫ്രീ അസോസിയേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും ഫിൽട്ടർ ചെയ്യില്ല. അധികം നമ്മൾ ചിന്തിച്ച് ഇത് പറയണോ വേണ്ടയോ, ഇത് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, എന്നെ അവർ ജഡ്ജ്മെൻറ്റൽ ആയിട്ട് ചിന്തിക്കുമോ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. ക്ലയൻറ്റ് ഫ്രീ ആയിട്ടിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. അതാണ് ഈ ഫ്രീ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മളുടെ സൈക്കോ അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഫ്രോയിഡ് പറഞ്ഞതിന് ശേഷം ഫ്രോയിഡിൻ്റെ കാര്യങ്ങൾ പിൻപറ്റി വന്നവരെയാണ് നമ്മൾ നിയോ ഫ്രോയിഡൻസ് എന്ന് പറയുന്നത്. ഫ്രോയിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ചില എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വന്ന ആൾക്കാരാണ് യൂങ്, അഡ്ലർ, കാരൻ ഹേണി, എറിക് എറിക്സൺ, അവരൊക്കെ. ഓക്കെ, അവരുടെ തിയറികളും നമുക്ക് വരും ക്ലാസ്സുകളിൽ വീഡിയോസിൽ നമുക്ക് എടുക്കാം. പിന്നെ ഇവർക്ക് വന്ന ക്രിറ്റിസിസം എന്തായിരുന്നു? ഇവരിങ്ങനെ പറഞ്ഞു അൺകോൺഷ്യസ് കാര്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരാൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ ഈ ഒരു കുട്ടിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ആണ് ആളുടെ പാർട്ട്ണറിനോടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊന്നും ആ കുട്ടിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ടെപ്പോഴെങ്കിലും ഒരു റിലേഷനിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ആൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അതുമൂലമായിരിക്കും ഇപ്പോഴത്തെ റിലേഷനിൽ ആ കുട്ടിക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പം അതാണ് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് സൈക്കോഡൈനാമിക് അപ്രോച്ചുകാർ പറഞ്ഞത്. സോ ഇവർ പറയുന്നത് എന്താണ്, അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ്, അതല്ലെങ്കിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് നമ്മളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് സൈക്കോഡൈനാമിക് അപ്രോച്ചുകാർ സിംപിളി പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ കൂടുതലും ഈ പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലേക്കാണ് ഓവർ എംഫസൈസ് ചെയ്തത്. ഇത് രണ്ടുമായിരുന്നു ഇവർക്ക് വന്ന ഒരു ഡിമെറിറ്റ് അതല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് മാസ്ലോ ആണ്. ഇപ്പോൾ മാസ്ലോൻ്റെ ഒരുപാട് ഫേമസ് തിയറികളൊക്കെ ഉണ്ട്, ഹൈറാർക്കി ഓഫ് നീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത്, ഫ്രീ വിൽ, സെൽഫ് ആക്ച്വലൈസേഷൻ, ഈ വക കാര്യങ്ങളിലായിരുന്നു ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യന് ഫുള്ളി കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഹ്യൂമൻസിൻ്റെ യുണീക്ക് ക്വാളിറ്റീസ്, അവരുടെ ഫ്രീഡം, അവർ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പൊട്ടൻഷ്യൽ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുകാരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ തേർഡ് ഫോഴ്സ് ഓഫ് സൈക്കോളജി എന്ന് പറയാം.
അപ്പോൾ നേരത്തെ പ്രൊപ്പോണൻസിനെ പറഞ്ഞ പോലെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസിൽ വന്ന ആൾക്കാരാണ് കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. അപ്പോൾ കാൾ റോജേഴ്സിൻ്റെ കുറേ തിയറീസും തെറാപ്പിയും കാര്യങ്ങളുണ്ട്, മാസ്ലോൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഈ തിയറീസുകളൊന്നും പറയണില്ല, വെറുതെ മെൻഷനായിട്ട് വേണമെങ്കിൽ പോവാം. കാൾ റോജേഴ്സിൻ്റെ ക്ലയൻറ്റ് സെൻറ്റർഡ് തെറാപ്പി ഒക്കെ ഫേമസ് ആണ്. പിന്നെ കുറച്ച് തെറാപ്പീസിൻ്റെ ടെക്നിക്സുകളൊക്കെ പറഞ്ഞിരുന്നു, ലൈക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എംപതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാൾ റോജേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് അവരിൽ തന്നെ ഉണ്ട് അവരെ ഒരു ഫുള്ളി എത്തിക്കാൻ, അതല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രോത്തിന് ആ ഒരു മനുഷ്യന് വിചാരിച്ചാൽ കഴിയും എന്നുള്ളൊരു ആ ഒരു ഇൻഡിവിജ്വലിന്, ഹ്യൂമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരാണ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ വരുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു എംപിരിക്കൽ എവിഡൻസ്, അതായത് ഇതൊരു സയൻറ്റിഫിക് എവിഡൻസ് ഇവർക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവരുടെ തിയറീസൊക്കെ നല്ലതായിരുന്നു, പക്ഷെ എന്താണ് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അപ്രോച്ചാണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ ഫാദറായിട്ട് വരുന്നത് മാറ്റ്സ് വർത്തിമർ, കെർട്ട് കോഫ്ക, വോൾഫ്ഗാങ് കോഹ്ലർ ഇവരൊക്കെയാണ്. ഇവരുടെ ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തത് എന്തിനായിരുന്നു? പെർസെപ്ഷൻ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് നമ്മളൊരു കാര്യം എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, കാണുന്നൊരു കാര്യത്തിനെ അല്ലെങ്കിൽ കേൾക്കുന്നൊരു കാര്യത്തിനെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇവരുടെ ഒരു ഇതാണ് പെർസെപ്ഷൻ ആസ് എ ഹോൾ റാദർ ദാൻ ഇറ്റ്സ് പാർട്സ്. അപ്പോൾ ഇവർ ഒരുപാട് പ്രിൻസിപ്പിൾ ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഗർ, ഗ്രൗണ്ട്, സിമിലാരിറ്റി, ക്ലോഷ്യർ, കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് നമ്മുടെ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലും അതല്ലെങ്കിൽ പെർസെപ്ഷൻ റിലേറ്റഡ് സ്റ്റഡീസിലും ഒക്കെ ഒരുപാട് ഗെസ്റ്റാൾട്ട് സൈക്കോളജിക്കാരുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കാം, നമ്മൾ ഇത് നമ്മൾ സർക്കിളാണ് ഇൻ്റർപ്രിറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ കാണുമ്പോൾ ഓക്കെ എന്തോ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഫില്ലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്തായിട്ടാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സ്പേസ് ഉണ്ടെങ്കിലും നമ്മളിതിനെ സർക്കിൾ എന്ന രീതിയിൽ തന്നെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കണം, പാർട്സായി നോക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആര്? ഗെസ്റ്റാൾട്ട് സൈക്കോളജിക്കാർ. ഓക്കെ, നെക്സ്റ്റ് ഒന്നല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ നോക്കുന്നു, അതല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ സർക്കിൾ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ നമ്മൾ സർക്കിളായിട്ട് വാല്യൂ എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പെർസെപ്ഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സർക്കിളാണ് എന്തോ വെച്ച് മറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർസീവ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകാർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വന്ന ഒരു ക്രിറ്റിസിസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെൻ്റൽ സപ്പോർട്ട് ഇവർക്ക് അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഇലമെൻ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗെസ്റ്റാൾട്ട് സൈക്കോളജിക്കാർ അവർക്കെതിരായിട്ട് മൊത്തത്തിൽ നോക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ സ്ട്രക്ചറലിസത്തിന് എതിരായിട്ട് കൊണ്ടുവന്ന ഒരു ആൾക്കാരാണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വണ്ണാണ് കൊഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ്. അതിൻ്റെ നെയ്സറാണ് ഫാദറായിട്ട് വരുന്നത്. ഇവർ പറയുന്നത് മെൻ്റൽ പ്രോസസ്സിന് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫങ്ഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൊഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവിൽ വരുന്നത്. അതായത് കൊഗ്നിറ്റീവ് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മളുടെ തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്കീമ, പെർസെപ്ഷൻ, ഡിസിഷൻ മേക്കിംഗ് ഈ വക കാര്യങ്ങൾക്കായിരുന്നു. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക്. അതെങ്ങനെ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തിലൊക്കെയായിരുന്നു? AI റിസർച്ച്, കൊഗ്നിറ്റീവ് തെറാപ്പി, ഇതിലൊക്കെയാണ് കൊഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ പറയും നെയിം ഇപ്പം ഓർമ്മ കിട്ടണില്ല
എന്നൊക്കെ പറയും. പക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ പേര് ഓർമ്മ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ എന്നിങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ കൊഗ്നിറ്റീവ് ഫങ്ഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവുകാർ. ഇതിൻ്റെ ഫോളോവേഴ്സ് അതല്ലെങ്കിൽ പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നതാണ് പിയാഷെ, ആൽബർട്ട് എല്ലീസ്, ആരോൺ ബെക്ക്, അലൻ ന്യൂവൽ, ഹെർബർട്ട് സൈമൺ, നോം ചോംസ്കി ഇവരൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫങ്ഷനിങ്ങിനെയായിരുന്നു. എങ്ങനെയാണ് ഒരു ബയോളജിക്കൽ ഫങ്ഷനിങ് വഴി ഒരു ബിഹേവിയർ ഫോം ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളുടെ ബ്രെയിനും ജീൻസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തൊക്കെയായിരിക്കും? ബ്രെയിൻ ഇമാജിങ് ടെക്നിക്സും ന്യൂറോ സൈക്കോളജി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തായി, നമ്മളുടെ ഒരുപാട് മെൻ്റൽ ഡിസോർഡേഴ്സിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളായിട്ട്, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുള്ളി ബയോളജിക്കൽ രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്തത്. ബാക്കി എൻവയോൺമെൻ്റൽ ഇൻഫ്ലുവൻസസിനൊക്കെ ഇഗ്നോർ ചെയ്തു. അതാണ് ഇവർക്ക് വന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതായത് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെൻ്റൽ ഡിസോർഡേഴ്സിനൊക്കെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിപ്രഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ലോ സെറോട്ടോണിനൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മെഡിക്കേഷൻസ് ലൈക്ക് ആൻറ്റി ഡിപ്രസൻസും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറോട്ടോണിനും ആളുടെ മൂഡും ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അവർ പറയുന്നത് എന്താണ്, ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ കെമിക്കൽസും ജെനറ്റിക്സും ഹോർമോണും ഒക്കെ വഴിയാണെന്നാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവുകാർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പെർസ്പെക്റ്റീവാണ് നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.